അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ശാന്തി അരുളുക നാഥ എന്ന് പാടി വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. നിത്യശാന്തി അരുളുക നീ, ശാന്തി അരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമേയാളിൽ സദയം തൂകണമേ ജഗദീശ, നിത്യവെളിച്ചമേയാളിൽ സദയം തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. സിയോനിലുയരും അഭിനവഗാനം, തവ സംഗീതഗാനം, ജെരൂസലേമിൽ മേച്ചകളകിലം അർപ്പിതമാവും സദനം. ഞങ്ങളുയർത്തും യാചനയില്ല കേട്ടരുളേണം, ഞങ്ങളുയർത്തും യാചനയില്ല നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം. ശാന്തി അരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ എത്രയും സ്നേഹവാത്സല്യമുള്ള മാതാപിതാക്കളെ, ഇന്നും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളാണ്. ഇന്ന് നമ്മൾ ഈ ആൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയായ മേരി ജോർജ് കുട്ടമ്പറമ്പിൽ ചേച്ചിയുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുവാനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വചനങ്ങളൊന്ന് മനസ്സിൽ ഓറിയിടാം. സങ്കീർത്തനം 90 വചനം 10, എൻ്റെ ആയുസ് ഏറിയാൽ
വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല. നല്ലൊരു അമ്മയായി, ഭർത്താവായി, കുടുംബനായികയായി ജീവിച്ച അമ്മയെ സ്നേഹത്തോടെ ഓർക്കാം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 13-ാം വാക്യം, ഭൂമിയുടെ ഉപ്പാണ്, പ്രകാശമാണ്. അപ്പോൾ സ്വാദ് നൽകി സുഖപ്പെടുത്തി കേടുപാടുകളൂടെ ജീവിച്ച നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. നമുക്ക് സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കാരണം മരണം സ്വർഗത്തിലുള്ള ജന്മദിനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്നത്. അതേസമയം സുഭാഷിതം 24:16 നീതിമാന്മാർ പോലും ഒരു ദിവസം 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. അപ്പോൾ ഈ 79 വയസ്സിൽ എവിടെയെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ തുടർന്ന് പ്രാർത്ഥിക്കാം. ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥന തുടരാം. ഒപ്പീസ് താളെടുക്കുക, ഇല്ലാത്തവർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യുക. നമ്മളിത് പാടാൻ പോവുകയാണ്. 2 ഗണമായിട്ട് പാടുകയാണ്. കർത്താവേ, തകർക്കപ്പെട്ട എൻ്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാധിക്യത്താൽ എന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ കുറ്റങ്ങൾ എന്നിൽ നിന്ന് ശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ സദാ എന്റെ മുൻപിലുണ്ട്. കർത്താവേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. അങ്ങയുടെ വിധി നീതിയുക്തമാണ്. എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് തികച്ചും നീതിമാൻ തന്നെ. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥത്തിൽ അങ്ങ് സന്തോഷിക്കുന്നു. എന്റെ അന്തരംഗത്തെ അങ്ങ് ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഈശോപ്പുകൊണ്ടെന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകിയാലും ഞാൻ മഞ്ഞുകട്ടയേക്കാൾ വെണ്മയുള്ളവനാകും. ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സ്വരം എന്നെ കേൾപ്പിച്ചാലും തകർക്കപ്പെട്ട അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് അങ്ങ് മുഖം തിരിക്കണമേ. എന്റെ സകല തെറ്റുകളും അങ്ങ് മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൃഢചിത്തത എന്നിൽ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും നീക്കിക്കളയരുതേ. അങ്ങയുടെ രക്ഷയാകുന്ന ആനന്ദം എനിക്ക് തിരികെ തരണമേ. ഉദാരമനസ്കത എന്നിൽ നിലനിർത്തണമേ. ദുഷ്ടന്മാരെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും. പാപികൾ അങ്ങയുടെ അടുക്കലേക്ക് പിന്തിരിയും. ദൈവമേ, എന്റെ രക്ഷകനായ ദൈവമേ, രക്തപാതകത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. എന്റെ നാവ് അങ്ങയുടെ നീതി ഉദ്ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ. എന്റെ അധരങ്ങൾ അങ്ങയുടെ സ്തുതികൾ പാടും. ഹനനയാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല. ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. എന്റെ ദൈവമേ, തകർന്ന ഹൃദയമാണ് എന്റെ യാഗം. തകർന്നു നിർമ്മിയ ഹൃദയം അങ്ങ് നിരസിക്കില്ല. ജെറൂസലേമിന്റെ മധുരിക നിർമ്മിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ സിയോനോട് കൃപ ചെയ്യണമേ. അപ്പോൾ അങ്ങ് അർഹമായ യാഗങ്ങളും കാഴ്ചകളും ഹോമബലികളും സ്വീകരിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ അവർ കാളകളെ സമർപ്പിക്കും. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാണമേ, പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, തകർക്കപ്പെടുന്ന അസ്ഥിവഞ്ചനം സന്തോഷത്താൽ പുളകമണിയും. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. എന്റെ ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ പാതാളവാതിൽക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഇനിയുള്ള കാലമെല്ലാം ഞാൻ അവിടെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ജീവനുള്ള ദേശത്ത് കർത്താവിനെ ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്ന ഒരുവനെ ഇനി ഞാൻ ഒരിക്കലും ദർശിക്കുകയില്ല. എന്റെ ഭവനം ഒരിടയ കൂടാരം പോലെ പൊളിച്ചു നീക്കപ്പെടുകയാണ്.
നെയ്ത്തുകാരന്റെ പാവ് പോലെ എന്റെ ആയുസ് വിച്ഛേദിക്കപ്പെട്ടു. ആദിയിൽ തന്നെ അവിടെ തന്നെ വിട്ടുമാറ്റി ഒരു രാപകൽ കഴിയും മുമ്പേ അങ്ങനെക്ക് അന്ത്യം വരുത്തുമായിരുന്നു. പ്രഭാതം വരെ ഞാൻ പ്രത്യാശിച്ചു. അവിടുന്ന് സിംഹത്തെ പോലെ എന്റെ അസ്ഥികളെല്ലാം തകർത്തു. ഒരു രാവും പകലും കഴിയും മുൻപേ അങ്ങനെക്ക് അന്ത്യം വരുത്തുമായിരുന്നു. കുരുവിക്കുഞ്ഞിനെ പോലെ ഞാൻ ചിലച്ചു, പ്രാവിനെ പോലെ ഞാൻ കുറുകി, എന്റെ കണ്ണുമേൽ പോട്ട് നോക്കി ക്ഷീണിച്ചു. കർത്താവേ, ഞാൻ ഞെരുക്കപ്പെടുന്നു, അങ്ങനെക്ക് ഉത്തരം നൽകണമേ. കണ്ടാലും സമാധാനത്തിൽ കൂടി എന്റെ കഷ്ടപ്പാട് എത്ര കഠിനം. എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിറകിലേക്ക് തള്ളിയതിനാൽ നാശക്കുഴിയിൽ നിന്ന് അങ്ങ് എന്നെ സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. പാതാളം അങ്ങയെ സ്തുതിക്കുന്നില്ല, മരണം അങ്ങയെ വാഴ്ത്തുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ, അതെ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും. പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവിന്റെ ആലയത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ കീർത്തനങ്ങൾ പാടും. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശീയായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. എന്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. എന്റെ ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും. ഞാൻ ജീവിച്ചിടത്തോളം കാലം എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പാടും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യനിൽ അഭയം തേടരുത്. ശ്വാസം കഴിയുമ്പോൾ അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവന്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും. യാക്കോബിന്റെ ദൈവം സഹായിയായിട്ടുള്ളവനും തന്റെ ദൈവമായ കർത്താവിൽ ശരണം വയ്ക്കുന്നവനും അനുഗ്രഹീതനാണ്. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചു. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു. കർത്താവ് ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് കാഴ്ച നൽകുന്നു, കൂനുള്ളവരെ നിവർത്തുന്നു, നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പാലിക്കുന്നു. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് തകിടം മറിക്കുന്നു. കർത്താവ് നിത്യമായി വാഴും. സിയോനേ, നിന്റെ ദൈവം തലമുറ തോറും വാഴും. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശീയാളരെ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് കനിയണമേ, കർത്താവ് കനിയണമേ, കർത്താവ് കനിയണമേ, കർത്താവ് കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവ് കനിയണമേ, കർത്താവ് കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കുരിശിന്റെ ദിവ്യരഹസ്യത്താൽ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങേ പുത്രന്റെ ഉദ്ധാനത്തിന്റെ കൂദാശയാൽ മുദ്രരാക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ ദാസി മേരി ജോർജ് അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ എണ്ണപ്പെടാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുൻപിൽ വരണം. കർത്താവിൻ്റെ വചനം. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കർത്താവ് കാരുണ്യവാനും ദയാലുവുമാകുന്നു. അവിടുന്ന് ദീർഘക്ഷമാശീലനും കൃപാലുവുമാണ്. നമ്മുടെ പാപങ്ങൾക്കൊത്തവിധം അവിടുന്ന് നമ്മോട് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ കുറ്റത്തിൻ്റെ തോതനുസരിച്ച് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. പിതാവിനോട് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് കാരുണ്യം തോന്നുന്നു. നാം എങ്ങനെ രൂപീകൃതരായെന്ന് അവിടത്തേക്കറിയാം. നാം പൊടിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. മനുഷ്യന്റെ ആയുസ് തൃണത്തിൻ്റേതുപോലെയാണ്. വയലിലെ പുഷ്പം പോലെ അത് വികസിക്കുന്നു. കാറ്റു വീശുന്നു, അത് കൊഴിയുന്നു. അത് നിന്നിരുന്ന സ്ഥാനം പിന്നീട് അതിനെ അറിയുന്നതേയില്ല. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കർത്താവിൻ്റെ കാരുണ്യം എന്നും എന്നേക്കും അവിടുത്തെ ഭക്തന്മാരുടെയും സന്താന പരമ്പരകളുടെയും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും കൽപ്പനകൾ അനുസ്മരിച്ചാദരിക്കുന്നവരുടെയും മേൽ ഉണ്ടായിരിക്കും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ
ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ആഗോള സഭയെയും നമ്മുടെ കുടുംബത്തിലെല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജ്ഞാനസ്നാനം വഴി ഒരിക്കൽ നിത്യജീവൻ്റെ ആരംഭം സ്വീകരിച്ച് മരണമടഞ്ഞ പ്രിയ സഹോദരി മേരി ജോർജിന് നിത്യശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവിൻ്റെ ശരീരം ഭുജിച്ച പ്രിയ സഹോദരി മേരി ജോർജ് അവിടുത്തെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൈസ്തവ ജനത്തെ വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനെ ഈ യുദ്ധങ്ങളുടെ സകല തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരേതരായ സഹോദരിയുടെ മക്കളെയും മരുമക്കളെയും പെരക്കിടാങ്ങളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളായ വ്യക്തികൾക്ക് ആയുസ്സും ആരോഗ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും പരിത്രാണത്തിൽ പങ്കാളികളായി തീരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ശാന്തമായിട്ടിരുന്ന് കാഴ്ചവയ്പ് ഗാനം പാടാം. സ്വീകരിക്കണമേ ഉപഹാരമിൻ കരുണാമയനേ. നീ സ്വീകരിക്കണമേ ഉപഹാരമിൻ കരുണാമയനേ. നീ സ്വീകരിക്കണമേ. തവ സ്നേഹമിൻ മനം നിറയാ സദാ കൃപ വരം പൊഴിയ. തവ സ്നേഹമിൻ മനം നിറയാ സദാ കൃപ വരം പൊഴിയ. ഈ കാഴ്ച സദയം സ്വീകരിക്കൂ തവ പ്രീതിയാൽ പരമേ. ഈ കാഴ്ച സദയം സ്വീകരിക്കൂ തവ പ്രീതിയാൽ പരമേ. നീ സ്വീകരിക്കണമേ ഉപഹാരമിൻ കരുണാമയനേ. നീ സ്വീകരിക്കണമേ. വരമായി നീ സദാ ചൊരിയൂ മഹേശ്വര ദയാപരനേ. വരമായി നീ സദാ ചൊരിയൂ മഹേശ്വര
ദയാപരനെ നിൻവാഴ്ച സദയം വന്നിടുവാൻ മതിയെന്നുമേ പ്രഭുവേ. നിൻവാഴ്ച സദയം വന്നിടുവാൻ മതിയെന്നുമേ പ്രഭുവേ. നീ സ്വീകരിക്കണമേ ഉപഹാരമേ കരുണാമയനേ. നീ സ്വീകരിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ കേണപേക്ഷിച്ചുകൊണ്ട് അങ്ങേ ദാസി മേരി ജോർജിന് വേണ്ടി അർപ്പിക്കുന്ന ഈ സ്തോത്രബലി സ്വീകരിച്ച് ഇയാളെ തൃക്കൺ പാർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ചിരവും ന്യായവുമത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളേവരും അങ്ങേക്കു വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കുവാൻ തിരുമനസ്സായി. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. വചനങ്ങളിലൂടെ ഈശോ എഴുന്നള്ളി വരുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവർ ബെഞ്ചിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ
മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച മുറിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും മേരി ജോർജ് ചേച്ചിയുടെ ആത്മശാന്തിക്കായി ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും അനുരഞ്ജനത്തിലും ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും ആന്റണി മെത്രാനോടും എല്ലാ മെത്രാന്മാരും വൈദികരും വിശ്വാസികളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസി മേരി ജോർജിനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായിത്തീർന്ന ഇയാളെ അവിടുത്തെ ഉദ്ധാനത്തിനും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾ ഓർക്കാം. ഞങ്ങളിൽ എല്ലാവരിലും കരുണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും യൗസേപ്പ് പിതാവിനോടും അപ്പോസ്തലന്മാരോടും വിശുദ്ധ യൂദാശ്ലീഹായോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും
നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പകർച്ചവ്യാധിയിൽ നിന്നും, പ്രകൃതിക്ഷോഭത്തിൽ നിന്നും, പൈശാചികമായ ശക്തികളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. വിമല ഹൃദയത്തിൻ്റെ തിരുനാളാണ്, തിരുഹൃദയത്തിൻ്റെ മാസമാണ്. ഈശോയോട് ചേർത്ത് വെച്ച് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, നിങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഈ കുർബാനയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളിപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും അവിടുത്തെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകിയാലും എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പര സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ പുനരുദ്ധാനവും ജീവനുമാകുന്ന ഈശോ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങ് ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ.
ചെന്നൊടുവിൽ സാനന്ദം വാണിടും. വേദനയോ യാതനയോ കാണുകയില്ലവിടെ. വേദനയോ യാതനയോ കാണുകയില്ലവിടെ. കൂരിരുളോ പാഴ്നിഴലോ വീഴുകയില്ലവിടെ. കൂരിരുളോ പാഴ്നിഴലോ വീഴുകയില്ലവിടെ. തേരൊഴുകും പാലൊഴുകും നാടാളിഞ്ഞുടെ വീട്. ഞാനവിടെ ചെന്നൊടുവിൽ സാനന്ദം വാണിടും. പ്രാർത്ഥന താളെടുക്കാം. സക്കറിയാകി കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം ജീവിക്കുന്ന നിത്യമായി മരിക്കുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിക്കുകയും അവർക്ക് രക്ഷപ്രദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിൽ നമ്മെ വെറുക്കുന്നവരും നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തന്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുന്നുവെന്നും തന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങൾ വഴി ആദ്യം മുതൽക്കേ അവിടുന്ന് അരുൾ ചെയ്തതനുസരിച്ച് തന്റെ ദാസനായ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് പ്രബലനായ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളെ കയ്യിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ട ശേഷം ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപയണമെന്ന് നമ്മുടെ പിതാവായ അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റിയിരിക്കുന്നു. കുഞ്ഞേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടത്തെ മുൻപേ പോകും. പാപമോചനം വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും. അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശി സമാധാന പാതകൾ സുരക്ഷിതമായി നയിക്കാൻ ഉന്നതത്തിൽ ഉഷസ്സുകളെ സന്ദർശിച്ചത് കർത്താവിന്റെ സ്നേഹാരുണ്യത്താലത്രേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളെ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം ജീവിക്കുന്നവൻ നിത്യമായി മരിക്കുകയില്ല. സമാപന ആശീർവാദത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സഭയുടെ ഈ ബലി അങ്ങേ ദാസി മേരി ജോർജിന് ആത്മാവിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ കൂദാശ സ്വീകരിച്ച ഇയാൾ അവിടുത്തെ വിശുദ്ധരോടൊത്ത് അവിടത്തോടുള്ള ഐക്യത്തിലേക്ക് കടന്നു വരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൂരെയെങ്ങോ പോയി മറഞ്ഞ സ്നേഹതാരമേ, ദൂരെയെങ്ങോ പോയി മറഞ്ഞ സ്നേഹതാരമേ, നിറയും കണ്ണിൽ കവിയും ദുഃഖം, നിറയും കണ്ണിൽ കവിയും ദുഃഖം, നിന്നെ തേടുന്നു. ദൂരെയെങ്ങോ പോയി മറഞ്ഞ സ്നേഹതാരമേ, എന്നും കേട്ടിടും നിന്റെ ശബ്ദം ഓർമ്മകളായല്ലോ, നിന്നെ കാണില്ല എന്ന സത്യം ഓർക്കുവാൻ വയ്യല്ലോ. മരണം നിന്നെ കവർന്നെടുത്താലും, മരണം നിന്നെ കവർന്നെടുത്താലും, ജീവിക്കയാണു നീ മനസ്സേ, എന്നും ജീവിക്കയാണു നീ മനസ്സേ. ദൂരെയെങ്ങോ പോയി മറഞ്ഞ സ്നേഹതാരമേ, ദൂരെയെങ്ങോ പോയി മറഞ്ഞ സ്നേഹതാരമേ.